Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare, Hare Krishna Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare, Hare Krishna Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare, Hare Krishna Hare Krishna, Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Srila Prabhupada. Jaya Guru Deva, Jaya Guru Deva, Guru Deva, Jaya Guru Deva. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandasya Jnananjana-Shalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya-Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kadamahyam Dadati Swapadantikam Vandeham Shri Guru Shri Udapatakamelam Shri Gurun Vaishnavamscha Shri Rupam Sagrajadam Saganargunadanitam Tam Sajivam Sadvaitam Savadhutam Parijanasahitam Krishna Chaitanya Devam Shri Radha Krishna Padan Sakanalita Shri Vishakanitamscha. He Krishna Karuna Sindho Dinabandho Jagatpade Gopesha Gopika Kanda Radha Kanta Namostude Tapta Kanjana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. मूगं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्री चैतन्य ईश्वरं. हरि ओम तत्सत्. हरे कृष्ण. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന 14-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. എപ്രകാരമാണ് നമ്മൾ ഈ 3 ഗുണങ്ങൾക്ക് അധീനപ്പെടുന്നത്, എങ്ങനെയാണ് ഈ 3 ഗുണങ്ങൾക്ക് അധീനപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കേണ്ടി വരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഭഗവാൻ പറയുകയുണ്ടായി, ഊർധം ഗച്ഛന്തി സത്വസ്ഥഃ, സത്വഗുണത്തിലെത്തിയവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതോ ഗച്ഛന്തി താമസഃ, തമോ ഗുണത്തിലുള്ളവർ അവര് അധോ ലോകങ്ങളിലേക്ക് പോകും. അതേസമയം രജോ ഗുണത്തിലുള്ളവർ ഇവിടെ തന്നെ വർത്തിക്കും. ഇത്തരം കാര്യങ്ങളെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. പിന്നെ ഭഗവാൻ പറഞ്ഞു, ഈ ശരീര സംബന്ധികളായിട്ടുള്ള 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണാൻ ഏതാൻ അതീത്യത്രേ, ഒരു ജീവാത്മാവിന് ഈ ജനനം മരണം വാർദ്ധക്യം ഇതിൽ നിന്നെല്ലാം മുക്തരായിട്ട് ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം എന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അർജുനന് വീണ്ടും സംശയം ഉദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഈ
ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നത്? ഈ 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അതില് ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. നമുക്ക് ശ്ലോകം 22 മുതൽ 25 വരെ വായിക്കാം. ശ്ലോകം 22. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവർത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവർത്താനി കാംക്ഷതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഉദാസീനവതാസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഉദാസീനവത് ആസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഉദാസീനവദാസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഉദാസീനവദാസീനോ ഗുണയോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഉദാസീനവദാസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉദാസീന അവദാസീനോ ഗുണൈർയോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവ യോ അവതിഷ്ഠന്തി നെംഗതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉദാസീനവദാസീനോ ഗുണർയോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം യോ അവതിഷ്ഠന്തി നെംഗതേ. ഹരേ കൃഷ്ണ പ്രഭു. ഉദാസീനവദാസീനോ ഗുണയോ ന വിചാല്യതേ ഗുണാവർത്ത ഇത്യേവം യോ അവതിഷ്ഠതി നെംഗതേ. ഹരേ കൃഷ്ണ പ്രഭു.
ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. ഉദാസീനപദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണവർത്തന്തെ ഇത്യേവം യോ യദിഷ്ടതി ലിംഗതേ. കൃഷ്ണ ഉദാസീനോ ഗുണര്യോ ന വിചാല്യതേ ഗുണവർത്തന്ത ഇത്യേവം അവതിഷ്ഠതി ലിംഗതേ. ഉദാസീനവദസ്ത്രകസേ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ കഴിഞ്ഞതാ. ന ദൃഷ്ടാനി കാംക്ഷതി. ഉദാസീനവദാസീനോ ഗുണര്യോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം അവതിഷ്ഠന്തി ലിംഗതേ. സമദുഃഖസുഖം ശ്ലോകം 24. സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ട്രാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോധീരഃ തുല്യനിന്ദാത്മസംസ്തുതി. സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ട്രാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോധീരഃ തുല്യനിന്ദാത്മസംസ്തുതി. സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ട്രാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോധീരഃ തുല്യനിന്ദാത്മസംസ്തുതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീരഃ തുല്യനിന്ദാത്മ സംസ്തുതി. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയ പ്രിയോ ധീരസ്തുല്യനിന്ദാത്മസംസ്ഥിതിഃ. ഹരേ കൃഷ്ണ. സമദുഃഖസുഖം സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീരസ്തുല്യനിന്ദാത്മസംസ്തുതി. ഓം നമോ ഭഗവതേ വാസുദേവായ. സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യനിന്ദാത്മസംസ്തുതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ട സമകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീര തുല്യനിന്ദിതാത്മ സംസ്തുതീഹ. ഹരേ കൃഷ്ണ. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയ പ്രിയോ ധീരസ്തുല്യനിന്ദാത്മസംസ്തുതിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയ പ്രിയോ ധീരഃ തുല്യനിന്ദാത്മസംസ്തുതിഃ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടമകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീര തുല്യനിന്ദാത്മ സംസ്തുതി. ഹരേ കൃഷ്ണ മാതാജിമാരെ. പ്രഭുവിന്റെ വിലയേറിയ സമയം വെറുതെ കളയരുത്. 3 പേര് വീതം വായിക്കുക. വായിച്ചവര് വീണ്ടും വായിക്കാതിരിക്കുക. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുക. ഹരേ കൃഷ്ണ. ശ്ലോകം 25. മാനാപമാനയോഃ തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭ പരിത്യാഗേ ഗുണാതീത സ ഉച്യതേ. മാനാപമാനയോഃ തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭ പരിത്യാഗേ ഗുണാതീത സ ഉച്യതേ. മാനാപമാനയോഃ തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭ പരിത്യാഗേ ഗുണാതീത സ ഉച്യതേ. ഓം നമോ ഭഗവതേ. ശ്ലോകം 25. മാനാപമാനയോ ദുസ്ത്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗേ ഗുണാതീത സ ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാനാപമാനയോസ്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാനാപമാനയോസ്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാനാപമാനയോ തുല്യോ മിത്രാരിപക്ഷയോ
സർവാരംഭ പരിത്യാഗി ഗുണാതീത സമുച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാമം. ശ്ലോകം 25. മാന അപമാനയോസ്തുല്യ തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനവും ഭാവാത്വവും. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാണ്ഡവ, ഹേ പാണ്ഡുപുത്ര, പ്രകാശം ച പ്രകാശത്തിന്റെയോ പ്രവൃത്തിം ച ആസക്തിയുടെയോ മോഹം ഏവച്ച വ്യാമോഹത്തിന്റെയോ സംപ്രവൃത്താനി സാന്നിധ്യത്തിൽ യഹ ആർക്കാണോ ന ദ്വേഷ്ടി വെറുപ്പ് ഉണ്ടാകാത്തത്, നിവൃത്താനി അവയുടെ അസാന്നിധ്യത്തിൽ ന കാംക്ഷതി അത് വേണമെന്ന ആഗ്രഹം ഇല്ലാതിരിക്കുന്നത്, ഗുണൈഹി പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ഉദാസീനൻ എന്ന പോലെ ആസീനഹ സ്ഥിതി ചെയ്തുകൊണ്ട് ന വിചാല്യതി പ്രക്ഷുബ്ധനാകാതിരിക്കുന്നത്, ഗുണാവർത്തന്തേ ഇതി പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി യഹ ആരാണോ ഏവം ഇപ്രകാരം അവതിഷ്ഠതി സ്ഥിതി ചെയ്യുന്നത്, സമദുഃഖ സുഖ ദുഃഖത്തിലും സുഖത്തിലും സമതയും സ്വസ്ഥനായും വർത്തിക്കുന്നത്, സമലോഷ്ടാശ്മകാഞ്ചന ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, തുല്യപ്രിയ അപ്രിയ പ്രിയത്തിലും അപ്രിയത്തിലും തുല്യനായും, ധീരഹ അചഞ്ചലനായും, തുല്യ നിന്ദാത്മ സംസ്തുതി നിന്ദകളിലും സ്തുതികളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനും, മാന അപമാനയോഹോ തുല്യഹ മാനത്തിലും അപമാനത്തിലും തുല്യനും, മിത്ര അരിപക്ഷയോഹോ തുല്യഹ ശത്രുമിത്ര ഭേദമില്ലാത്തവനും, സർവാരംഭ പരിത്യാഗി ഉദ്യമങ്ങളെല്ലാം ത്യജിച്ചവനുമായ സഹ അവൻ ഗുണാതീതനെന്ന് ഉച്ചതേ പറയപ്പെടുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്കാണോ വെറുപ്പ് ഉണ്ടാകാത്തത്, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഇല്ലാതിരിക്കുന്നത്, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ഉദാസീനൻ എന്ന പോലെ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രക്ഷുബ്ധനാകാതിരിക്കുന്നത്, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആരാണോ ഇപ്രകാരം സ്ഥിതി ചെയ്യുന്നത്, ദുഃഖത്തിലും സുഖത്തിലും സമതയും സ്വസ്ഥനായും വർത്തിക്കുന്നത്, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, പ്രിയത്തിലും അപ്രിയത്തിലും തുല്യനായും അചഞ്ചലനായും നിന്ദകളിലും സ്തുതികളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനും, മാനത്തിലും അപമാനത്തിലും തുല്യനും ശത്രുമിത്രഭേദമില്ലാത്തവനും ഉദ്യമങ്ങളെല്ലാം ത്യജിച്ചവനുമായ അവൻ ഗുണാതീതൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പോ 21ാമത്തെ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾക്കുള്ള ആ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഭഗവാൻ ഈ 4 ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്തായിരുന്നു ചോദ്യങ്ങൾ? അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അതുപോലെ തന്നെ ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ 22ാമത്തെ ശ്ലോകത്തിൽ ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതീന്ദ്രിയമായ തലത്തില് എത്തിയ ഒരാൾക്ക്, അയാൾക്ക് ഈർഷ്യയ്ക്ക് യാതൊരു ഇടവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് യാതൊന്നിലും തൃഷ്ണ ഉണ്ടാകില്ല. പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവച്ച പാണ്ഡവ, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തില് വെറുപ്പുണ്ടാകുന്നത്, അതില്ലാതിരിക്കുമ്പോൾ അത് വേണമെന്ന ആഗ്രഹം. പലപ്പോഴും നമുക്ക് ഒരു വസ്തു കുറച്ചു നാൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പിന്നെ അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ചിന്തയോട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ അതിന്റെ പറയുകയായിരിക്കും. അപ്പോ അങ്ങനെ ഒരു ഈ വെറുപ്പ് ഉണ്ടാകാത്ത ഒരു വ്യക്തി, അവര് വാസ്തവത്തില് ആത്മാരാമൻ, അവര് ആത്മാവില് തന്നെ ആനന്ദം, അവർക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ആസക്തി ഒന്നുമില്ല. അവര് ആത്മാരാമന്മാരായിരിക്കും. അതായത് ആത്മാവിലെ തന്നെ അവര് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നവര്. ശ്രീമദ് ഭാഗവതത്തിന്റെ 1ാം സ്കന്ധത്തില് സുതഗോസ്വാമി പറയുന്നുണ്ട്, ആത്മാരാമശ്ചമുനയ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുറുവന്തി ഹൈതുകീം ഭക്തിം ഇത്തം ഭൂതഗുണോഹരിഹി. ഭഗവാന്
എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളും അത് പൂർണ്ണമായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ എല്ലാവരെയും ആകർഷിക്കാൻ സാധിക്കും. ഈവൻ മുക്താത്മാക്കളെ പോലും വാസ്തവത്തിൽ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് ആ ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപത്തിൽ ആകർഷരാകുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ പോലും ആകർഷിക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാനിൽ അല്ലെങ്കിൽ പരമാത്മാവില് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നവര് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തില് സഞ്ചരിക്കുന്നവര് അവര് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേറെ യാതൊന്നിനോടും തന്നെ താല്പര്യമുണ്ടായിരിക്കുന്നില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മാം ചെയ്യോ അവ്യഭിചാരേണ പറയുന്നുണ്ട്. നമ്മളടുത്ത് 26ാമത്തെ ശ്ലോകത്തിൽ അതിൽ ചർച്ച ചെയ്യാം. അപ്പോ പ്രകൃതി ഗുണത്തിന് അധീനനായിരിക്കുമ്പോൾ ജീവസത്തയ്ക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അധീനനായിട്ട് കഴിയേണ്ടി വരും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു ഗുണത്തിന് അധീനനായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതിനെയാണ് ഈ ആചാര്യന്മാർ ക്രിയാശീലം എന്ന് പറയുന്നത്. ആ ഗുണങ്ങളുടെ അങ്ങനെയുള്ള ആ ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തനാകാം, അതിന് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ ഈ ഭൗതിക ശരീരം ത്യജിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുള്ളൂ. പക്ഷെ ഉയർന്ന തലത്തിലുള്ള ഭക്തന്മാര് അവർ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവര് ഇതിനെയെല്ലാം ത്യജിച്ചവരാണ്. അവരെയാണ് ജീവൻ മുക്തിസ ഉച്ചതേ എന്ന് പറയുന്നത്. അവര് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മുക്താത്മാക്കളായി കഴിഞ്ഞു. അതേസമയം സാധാരണ ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിട്ട് അവര് ഈ പ്രകൃതി ഗുണങ്ങളെ അവര് മറികടക്കണം എന്നുണ്ടെങ്കിൽ അവര് ഭക്തിയുത സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ശരീരത്തെ ത്യജിച്ചിട്ട് പുതിയ ഒരു ആത്മീയ ശരീരം സ്വീകരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ ഗുണങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇവിടെ ലക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങൾ 23, 24, 25 3 ശ്ലോകങ്ങളില് ഈ ഗുണങ്ങളെ അതിക്രമിച്ച ഒരാളുടെ ലക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവരാരും തന്നെ ഈ ഭൗതിക ശരീരം ത്യജിച്ചവരല്ല. അവരെല്ലാം തന്നെ ഇതേ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രകൃതി ഗുണങ്ങളെ അവര് അതിക്രമിച്ചവരാണ്. അപ്പോ അവരുടെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഉദാസീനവത് ആസീനഹ, അവര് വളരെ ഉദാസീനവാന്മാരായിരിക്കും. അവർക്ക് ഭൗതികമായിട്ടുള്ള ഒന്നിനോടും തന്നെ താല്പര്യം ഉണ്ടാകില്ല. അവര് എപ്പോഴും ഉദാസീനന്മാരായിട്ട് പെരുമാറും. അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവർ ഈ ലോകത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് അവർ ആത്മസാക്ഷാത്കാരം നേടിയവരാണ്. അതിന് ഭൗതിക ശരീരം ത്യജിക്കണം എന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോ ഭൗതിക ശരീരവുമായിട്ടുള്ള ആ താതാത്മ്യം അത് ഓർമ്മയിൽ എത്താത്ത വിധം അത്രയും നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം. ഭക്തന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് 2:30 എണീറ്റിട്ട് അവർ തിരക്കായിരിക്കും. അവർക്ക് എപ്രകാരം ഭഗവാൻ ഭക്തിയുത സേവനം അനുഷ്ഠിക്കണം, പൂ പറിക്കാൻ പോണം, കുളിച്ച് തയ്യാറാവണം, പിന്നെ ആരതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണം, ആരതി ചെയ്യണം, അത് കഴിഞ്ഞ് പിന്നെ ഭോഗ തയ്യാറാക്കണം, പിന്നെ ഭോഗ നിവേദിക്കണം, പിന്നെ ഗുരുപൂജ, പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ക്ലാസ്സുകള്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുസ്തക വിതരണം. ഇങ്ങനെ ഒന്നിന് പിറകെ അവരെപ്പോഴും തിരക്കായിരിക്കും. അവർക്ക് എപ്പോഴും ചിന്ത അത് തന്നെയാണ്, ഈ നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം, നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തന്നെ സമയം കിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ശരീരത്തിനെ പറ്റിപ്പോലും അവർക്ക് ചിന്തിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഭൗതിക ശരീരവുമായിട്ടുള്ള താതാത്മ്യം ഓർമ്മയിൽ എത്താത്ത വിധം അവർ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും. അപ്പോ ഈ ശാരീരികമായിട്ടുള്ള ബോധം ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ശാരീരികമായിട്ടുള്ള ബോധം ഇല്ലാത്തൊരു വ്യക്തി ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. അപ്പോ
അവരുടെ ആ അവബോധത്തെ അവർ കൃഷ്ണനിലാക്കുമ്പോൾ ആ വിഷയാസക്തി അവരിൽ നിന്ന് തനിയെ ഒഴിഞ്ഞു പോകും. നമ്മൾ 2ാമത്തെ അധ്യായത്തില് നമ്മൾ പഠിച്ചിരുന്നു, വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. പരം ദൃഷ്ട്വാ, അതായത് ഭഗവാനോടുള്ള ആ അട്രാക്ഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ വിഷയാവിനിവർത്തന്തേ, നമ്മള് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തന്തേ, നമുക്ക് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും എന്നുള്ള പറയുന്നുണ്ട്. നമ്മളൊരു ഉദാഹരണം ആ ശ്ലോകത്തിൽ വായിച്ചിരുന്നു. അതായത് ഇപ്പൊ ഒരു കത്തി വെച്ച് കളിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് നമുക്ക് ആ കത്തി പിടിച്ചു വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മൾ കുറച്ച് ദൂരെ ഒരു നല്ലൊരു കളിപ്പാട്ടം, ആ കുട്ടിയെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കളിപ്പാട്ടം വിട്ടുകൊടുത്തന്നെ ഉടനെ ആ കുട്ടി കത്തി താഴെയിട്ടിട്ട് ആ കളിപ്പാട്ടം എടുക്കാനായിട്ട് മുട്ടുകുത്തി ഓടിപ്പോകും. അപ്പൊ കൊച്ചുകുട്ടികളിൽ പോലും ആ ഉയർന്ന ഒരു വസ്തുവിനോടുള്ള ആ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പരം ദൃഷ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള ആ അട്രാക്ഷൻ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയാവിനിവർത്തന്തേ, നമുക്ക് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പോ ഇതാണ് ഈ ഒരു ലക്ഷണം. പിന്നെ ന വിചാല്യതേ, പിന്നെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മലവെള്ളം പോലെയാണ്. ഈ മഴക്കാലത്ത് മഴവെള്ളം ഇങ്ങനെ മലയിൽ നിന്ന് ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്നത് കാണാം. അതിനെ തടുത്തു നിർത്താനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിനെ തടുത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. അപ്പോ അതിനെ തടയിടണം എന്നുണ്ടെങ്കിൽ നമ്മള് ആത്മീയമായിട്ടുള്ള പുരോഗതി ആർജിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ 2ാം അധ്യായത്തിൽ പഠിച്ചത് ആ പൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യത് കാമായം പ്രവിശന്തി സർവേ സശാന്തി മാപ്നോതി ന കാമകാമി. ആർക്കാണ് ശാന്തി നേടാനായിട്ട് സാധിക്കുക? ഒരു ഭൗതികമായിട്ടുള്ള വിഷയങ്ങളുടെ പുറകെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ശാന്തി നേടാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് 1 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 10 വേണമെന്ന്, 10 കിട്ടിയാൽ 100 വേണമെന്ന് തോന്നും. ഇപ്പൊ നമ്മളുടെ അടുത്ത വീട്ടിലുള്ള ഒരാള് ഒരു നില വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ 2 നില വെക്കണം. ഉടനെ അയാൾ അടുത്ത വീട്ടിലെ ആൾ 3 നില വെച്ചാൽ നമുക്ക് 4 നില വെക്കണം എന്ന്. എപ്പോഴും നമ്മള് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും ഈ വിഷയനിവൃത്തി നേടാനായിട്ട് സാധിക്കില്ല. അതിന് എന്ത് വേണം? നമ്മളെപ്പോഴും സമുദ്രത്തിനെ പോലെ ആയിരിക്കണം എന്നൊരാണ്. സമുദ്രത്തിന്റെ പ്രത്യേകതയാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പൂര്യമാണം അചലപ്രതിഷ്ഠം. സമുദ്രത്തിലേക്ക് ഇങ്ങനെ മലവെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിന് മഴക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ സമുദ്രത്തിന്റെ ഉൾത്തട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ സമുദ്രം വളരെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഭൗതിക ജീവാത്മാക്കള് നമ്മള് ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് മലവെള്ളം പോലെ പാഞ്ഞെത്തുമ്പോൾ അവയെ നമ്മള് ഒരിക്കലും അതിന് നമ്മൾ ഒരു വശപ്പെടരുത്. നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. ഗുണാവർത്തന്തേ ഇതി. വാസ്തവത്തിൽ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്ന ഒരു അനാവശ്യ വസ്തുവാണ്. അപ്പോ പിന്നെ ഭൗതിക ശരീരത്തിന് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. നിങ്ങളെല്ലാവരും എൻ്റെ അംശങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ ഒരു ശരീരത്തിന്റെ ഒരു അംശമാണ്. അപ്പോ നമ്മളുടെ ജോലി എന്താണ്? ഭഗവാന് സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഭൗതിക ശരീരം കിട്ടി, ആ ശരീരത്തിനെ നമ്മൾ ഭഗവാന്റെ സേവനത്തിനുണ്ട് ഉപയോഗിക്കണം. അല്ലാതെ നമ്മളുടെ സ്വന്തം ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഭൗതിക ശരീരം ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിട്ട് ഒരു അനാവശ്യ വസ്തുവാണ്. ഭൗതിക ശരീരത്തിന്റെ ഒരേ ഒരു ഉപയോഗമേ ഉള്ളൂ, അത് ഭഗവാന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. അംബരീഷ് മഹാരാജ ചെയ്തതുപോലെ ഓരോ അംഗങ്ങളെയും
നമ്മുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ അർജുനോട് പറയണ്ടായി, നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നീ ഈ ത്രൈഗുണ്യങ്ങൾ, നീ ത്രിഗുണങ്ങളിൽ നിന്ന് നീ പുറത്തു കിടക്കണം എന്ന് പറയണ്ടായി. എങ്ങനെ നമുക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും? എല്ലാത്തിനും ഭഗവാൻ മറുപടി പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ. നമ്മള് അവ്യഭിചാരി, അതായത് കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ ഈ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. തമോ ഗുണത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, രജോ ഗുണത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, സത്വഗുണത്തിൽ നിന്ന് ഉയരാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നമ്മള് ഭഗവാന് വേണ്ടിയിട്ട് കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ 3 ഗുണങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. ഈ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ഈ സമ്പർക്കം കൊണ്ടാണ് നമ്മൾ ഈ ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് നല്ലതും ഈ ചീത്തയും ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിയാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സദസസ്യോനി ജന്മസു. ഈ പല യോനികള് ജന്മമെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഗുണസങ്കോസ്യ. നമ്മൾ ഈ ത്രിഗുണങ്ങൾക്ക് വശപ്പെട്ടിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഓരോരോ ഭൗതിക ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പോ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ മായയുടെ പിടിയിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. അതിനെയാണ് അതീന്ദ്രിയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ അതീന്ദ്രിയാവസ്ഥയിലുള്ള ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള അർജുനന്റെ ആ ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. സമദുഃഖ സുഖ, ദുഃഖത്തിലും സുഖത്തിലും സമനായിരിക്കും, ഒന്നും തന്നെ അയാളെ ബാധിക്കുന്നില്ല. അർജുനോടും ഭഗവാൻ അതിനെയാണ് പറഞ്ഞിരുന്നത്. സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ. ലാഭം കിട്ടിയാലും ശരി, നഷ്ടമായാലും ശരി, സുഖമായാലും ശരി, ദുഃഖമായാലും ശരി, സമയകൃത്വ നിങ്ങൾ ഒരേപോലെ ഇരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണാബോധത്തോടു കൂടി ചെയ്യുന്ന ആ കർമ്മങ്ങളില് അതില് ആ സന്തോഷങ്ങളെ അല്ലെങ്കിൽ സന്താപങ്ങളെ അല്ലെങ്കിൽ ലാഭങ്ങളെ അല്ലെങ്കിൽ നഷ്ടങ്ങളെ, ജയം പരാജയം ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉദിക്കുന്നില്ല. കാരണം സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ ഭയതോ മഹാ. അതായത് നമ്മളൊരു ചെറിയ ഒരു പ്രവൃത്തി പോലും ആ ഭക്തിയുത സേവനത്തിൽ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ ക്രെഡിറ്റ് ആണ് ഭഗവാൻ തരുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് ഭഗവാന്റെ അടുത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് 10 സ്റ്റെപ്പ് വരും. സുധാമ നടന്ന് ആ ദ്വാരക പട്ടണത്തിന്റെ ആ കവാടത്തിലെത്തിയപ്പോഴത്തേക്കും ഭഗവാൻ തന്റെ ഉത്തരീയം പോലും പറന്നുപോയത് അറിയാതെ ഓടി വന്നിട്ട് സുധാമാവിനെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഓരോ ഭക്തന്മാരെയും ഭഗവാൻ എത്രത്തോളം സ്നേഹത്തോടു കൂടിയിട്ടാണ്, താല്പര്യത്തോടു കൂടിയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇതില് പരാജയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, നഷ്ടത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇതിൽ നമ്മൾ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. ഭക്തിയുത സേവനത്തില് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ കൃഷ്ണന് വേണ്ടിയിട്ടായി കഴിയുമ്പോൾ അത് വളരെ ദിവ്യമായിട്ടുള്ള അവബോധം വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതിപ്പോ സത്വഗുണത്തോട് കൂടിയിട്ടായാലും ശരി, രജോ ഗുണത്തോട് കൂട്ടിയാലും ശരി, അത് ശുഭമോ അശുഭമോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതെല്ലാം തന്നെ ഭഗവാൻ മാറ്റിയെടുത്തോളും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവ്യഭിചാരിണി ഭക്തി, നമ്മള് കലർപ്പില്ലാത്ത ഭക്തിയുടെ സേവനത്തില് ഏർപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ പറയുന്നു സമലോഷ്ടാശ്മ കാഞ്ചനഹ, അങ്ങനെയുള്ള ആ വ്യക്തിയുടെ വേറൊരു ലക്ഷണമാണ് പറയുന്നത്. അയാളെ സംബന്ധിച്ചിട്ട് ഈ കല്ല് അല്ലെങ്കിൽ മൺകട്ട അല്ലെങ്കിൽ കാഞ്ചനം, ഈ വൈഡൂര്യം, ഇതെല്ലാം തന്നെ ഒരുപോലെയാണ്. അയാൾക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമതയില്ല. നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു തരി സ്വർണം, ഇന്നത്തെ കാലത്ത് ഇപ്പൊ സ്വർണത്തിന് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു തരി സ്വർണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം ഈ ഇതിനെയെല്ലാം, ഈ ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. സനാതന ഗോസ്വാമിയുടെ ചരിത്രം നമ്മൾ മുമ്പ് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരാള് ഇതുപോലെ തനിക്ക് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും നല്ല വസ്തു വേണം എന്നും പറഞ്ഞുകൊണ്ട് പരമശിവനെ സമീപിക്കുകയുണ്ടായി. അപ്പൊ പരമശിവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഈ ചുടല ഭസ്മവും ഈ അതുപോലെ തന്നെ പാമ്പ്, എല്ലാം ഇതൊക്കെ ഉള്ളൂ. അങ്ങക്ക് നല്ല വസ്തു വേണമെന്നുണ്ടെങ്കിൽ സനാതന ഗോസ്വാമി അദ്ദേഹം വൃന്ദാവനത്തിലെ ഒരു മരത്തിന്റെ കീഴിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ വൃന്ദാവനത്തിൽ പോയി സനാതന ഗോസ്വാമി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പൊ സനാതന ഗോസ്വാമിയോട് പറഞ്ഞു, ഞാൻ പരമശിവൻ പറഞ്ഞിട്ട് വന്നതാണ്, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല വസ്തു കിട്ടണം എന്ന് പറഞ്ഞു. അത് അങ്ങയുടെ അടുത്തുണ്ട് എന്നുള്ളത് ഭഗവാൻ എന്നോട് പറയുകയുണ്ടായി. അതിനെന്താ, പോയിട്ട് എടുത്തോളൂ, ഇതാ ചവറ്റുകുട്ടയിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പോയി നോക്കിയപ്പോഴാ ചവറ്റുകുട്ടയിൽ നല്ലൊരു വൈഡൂര്യം ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നു. അപ്പൊ അതെടുത്ത് അങ്ങനെ പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് ഒരു ചിന്ത ഉദിച്ചു. ഈ വൈഡൂര്യം പോലെയുള്ള ഒരു വസ്തു ഇദ്ദേഹം ചവറ്റുകുട്ടയിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സനാതന ഗോസ്വാമിയുടെ അടുത്ത് ഇതിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും കാണും. അങ്ങനെ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തൃപ്തനായില്ല, വൈഡൂര്യം കൊണ്ട് തൃപ്തനായില്ല. അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ അവസ്ഥ. പിന്നെയും പിന്നെയും പുതിയ പുതിയ വസ്തുക്കളുടെ പിറകെ നമ്മുടെ മനസ്സ് പോകാനായിട്ട് തുടങ്ങും. സനാതന ഗോസ്വാമിയോട് പറഞ്ഞു, അങ്ങയുടെ അടുത്ത് ഈ വൈഡൂര്യം അങ്ങ് ചവറ്റുകുട്ടയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ അടുത്ത് ഇതിലും നല്ലൊരു സാധനം ഉണ്ടായിരിക്കും. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. സനാതന ഗോസ്വാമി പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണ്, അത് വേണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് യമുനയിൽ പോയിട്ട് ഈ വൈഡൂര്യം അവിടെ എറിഞ്ഞു കളഞ്ഞു. യമുനയിൽ നിന്ന് കുളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി പോയിട്ട് ആ വൈഡൂര്യം യമുനയിൽ എറിഞ്ഞിട്ട് അങ്ങനെ കുളിച്ചു വന്ന് സനാതന ഗോസ്വാമി അദ്ദേഹത്തിന് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊടുത്ത് ദീക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് വൈഡൂര്യത്തിനേലും ഉയർന്ന തലത്തിലാണ്. അതാണ് ഭക്തിയുടെ ലക്ഷണം. അപ്പോ ഇത്തരത്തില് സമലോഷ്ടാശ്മ കാഞ്ചനക, ഈ ഒരുപോലെ കല്ലിനെയും മണ്ണിനെയും വൈഡൂര്യത്തിനെയും എല്ലാം ഒരുപോലെ കാണുന്നവരായിരിക്കും ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ചവര്. പിന്നെ അവര് സ്വസ്ഥരായിരിക്കും. നേരത്തെ പറഞ്ഞ ഒരു സമുദ്രത്തിനെ പോലെ എപ്പോഴും ശാന്തരായിട്ട് അവരിയ്ക്കും. അവര് ബ്രഹ്മാനന്ദത്തിലുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു ശാന്തത ഉണ്ടായിരിക്കും. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി. അങ്ങനെ ആ ബ്രഹ്മാനന്ദാവസ്ഥയിൽ എത്തിയ ഒരു വ്യക്തി ന ശോചതി ന കാംക്ഷതി, അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല, അവർക്ക് ഒന്നിനും യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. ഇതൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ. പിന്നെ പറയുന്നത് എന്താണ്? ധീരഹ, അദ്ദേഹം എപ്പോഴും അചലനായിരിക്കും, എപ്പോഴും വാക്കുമാറുന്ന സ്വഭാവക്കാരനായിരിക്കില്ല, എപ്പോഴും പ്രവൃത്തികൾ മാറ്റി മാറ്റി ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കില്ല, ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. പിന്നെ ആത്മനിന്ദ, ആത്മസംസ്തുതി. ഇപ്പോ അയാളെ ആരെങ്കിലും നിന്ദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പുകഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിലൊന്നും തന്നെ ചെവി കൊടുക്കില്ല. തന്നെ ഒരാൾ പ്രശംസിക്കുന്നത് പോലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അരോചകമാണ്. അവര് അതിന് ഇട കൊടുക്കില്ല, ഇന്ന് കൊടുക്കില്ല. നമുക്കറിയാം, മാധവേന്ദ്രപുരി യമുനയിൽ വെച്ചിട്ട് ഭഗവാന് നിവേദിച്ച ആ പാൽപ്പായസം വേണം എന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് അത് സ്വാദ് നോക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ സ്വാദ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധനത്തിൽ പോയിട്ട് ഗോപാലൻ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം
എന്നുള്ള ആ ഒരു ചിന്തയോട്ടുകൂടി അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ആ ചിന്ത ഭഗവാൻ മനസ്സിലാക്കിയിട്ട് മാവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് ഒരു പോട്ട് പാൽപ്പായസം ഭഗവാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചു. രാത്രി പൂജാരിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ വിഗ്രഹത്തിന്റെ പിറകില് ഒരു പാത്രം പാൽപ്പായസം എടുത്തു വെച്ചിട്ടുണ്ട്, അത് മാവേന്ദ്രപുരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പൂജ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. പിറ്റേ ദിവസം പൂജാരി മാർക്കറ്റിൽ പോയിട്ട് മാധവേന്ദ്രപുരിയുടെ എന്ന് അന്വേഷിച്ച് മാധവേന്ദ്രപുരി മുമ്പിലും ഞാനാണ് മാധവേന്ദ്രപുരി, ഇത് ഭഗവാൻ തന്നെ അങ്ങേക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് എന്നും പറഞ്ഞിട്ട് പാൽപ്പായസം കൊടുക്കുകയാണ്. അപ്പൊ അധികം ആൾക്കാർ അവിടെ കൂടാൻ തുടങ്ങി. പക്ഷെ മാധവേന്ദ്രപുരി അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ആൾക്കാരുടെ പ്രശംസ കേൾക്കാനായിട്ടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു കളഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഗുണാതീതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ ആരെങ്കിലും നിന്ദിക്കുകയാണെന്നെങ്കിൽ അതിൽ വിഷമോ അല്ലെങ്കിൽ സ്തുതിക്കുകയാണെന്നെങ്കിൽ അത് സന്തോഷമോ തോന്നില്ല. അവരെ സംബന്ധിച്ച മാനം അപമാനം ഇതൊന്നും മാനം അപമാനം എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഒരു വിഷയമല്ല. നമുക്കറിയാം ജഡഭരതൻ ഇതുപോലെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ജന്മം ഭരത മഹാരാജാവായിരുന്നു. പിന്നെ ഒരു മാൻപേടയായി. അതിനുശേഷം മൂന്നാമത്തെ ജന്മത്തിൽ ജഡഭരതനായിട്ട് ജന്മമെടുത്ത സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, എന്തായാലും ഈ ജന്മത്തിലെങ്കിലും അബദ്ധം പറ്റാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അപമാനങ്ങളും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ തന്നെ സഹോദരങ്ങൾ അദ്ദേഹത്തിനെ വയലിൽ നോക്കുകുത്തിയായിട്ട് കൊണ്ടുപോയി നിർത്തി. കാളി ഭക്തർ അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹത്തിന് അതൊന്നും തന്നെ ഒരു വിഷയമായിട്ട് തോന്നിയില്ല. പിന്നെ മിത്ര അരിപക്ഷയോഹോ, അതുപോലെ തന്നെ ഈ മിത്രങ്ങളെ അതുപോലെ തന്നെ ശത്രുക്കൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം അവർക്കുണ്ടാവില്ല. ഭഗവാനെ പോലെ തന്നെ. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സുഹൃതം സർവദേഹിന. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് എന്ന് പറയുന്ന പോലെ തന്നെ ഗുണങ്ങളെ അതിവർത്തിച്ച ഒരാള് അദ്ദേഹത്തിന് ശത്രുക്കളും മിത്രങ്ങളും പ്രത്യേകം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ സർവാരംഭ പരിത്യാഗി, അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാത്ത ഒരാളായിരിക്കും. അതെല്ലാം പരിത്യജിച്ച ഒരാളായിരിക്കും. അദ്ദേഹം പെരുമാറുന്നതെല്ലാം ഭഗവാന് വേണ്ടി സേവനത്തിന് അനുഷ്ഠിച്ചു വേണ്ടിയായിരിക്കും. സർവാരംഭ പരിത്യാഗി. അപ്പോ അദ്ദേഹം പ്രത്യേകിച്ച് അത് ഏതുപോലെ എന്നാ പറഞ്ഞിരിക്കുന്നത്? സർവാരംഭ പരിത്യാഗി ഈ പെരുമ്പാമ്പിനെ പോലെ. പെരുമ്പാമ്പ് ഈ ഭക്ഷണത്തിന് വേണ്ടി ഒരിക്കലും അലഞ്ഞു നടക്കില്ല. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എങ്ങനെ കിടക്കും. അപ്പോ ആ വഴിക്ക് ഏതെങ്കിലും ഒരു ജീവി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അതിനെ അങ്ങ് പിടിച്ച് വായിരിക്കകത്താക്കി കളയും. അപ്പൊ നമ്മൾ അതുപോലെ ആയിരിക്കണം. 24 ഗുരുക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഭാഗവതത്തില്. അപ്പോ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ പ്രയത്നിച്ച് സമയം കളയരുത് എന്ന് പറയുന്നത്. പിന്നെ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തിനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു എന്നുള്ള ആ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 22 മാർക്കറ്റിൽ പോയിട്ട് ചാട്ടവാറിന് അടിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം ആ സമയത്തും ഭഗവാന്റെ നാമം തന്നെയാണ് ഉച്ചരിച്ചിരുന്നത്. ഭഗവാൻ തന്നെ അദ്ദേഹത്തിനെ രക്ഷിക്കുകയുണ്ടായി. അപ്പോ ഭൗതിക മനസ്ഥിതിയുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് തൻ്റെ ശരീരത്തിനോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദ, ആദരവ് ഇതെല്ലാം തന്നെ ബാധകമാണ്. പക്ഷെ അതീന്ദ്രിയമായിട്ടുള്ള ആ അവസ്ഥയിൽ എത്തിയ ഒരാളെ ഇത്തരത്തിലുള്ള വ്യക്തിയായിട്ടുള്ള ആ മാനാപമാനങ്ങൾ ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണ്? അയാള് എല്ലാ സമയവും കൃഷ്ണാവബോധത്തോടു കൂടി സ്വന്തം കടമ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിന്ദിക്കുന്നുണ്ടോ, ഇതൊന്നും തന്നെ അവര് ശ്രദ്ധിക്കാറില്ല. അപ്പോ കൃഷ്ണാബോധത്തിന് അനുയോജ്യമായിട്ടുള്ളത് എന്താണോ അത് മാത്രം അവർ സ്വീകരിക്കും. അനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം. ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അവർ സ്വീകരിക്കുകയില്ല. അത് കനകമായാലും ശരി, കൽക്കഷണോ കഴുമായാലും ശരി, ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ കൃഷ്ണാബോധപരമായിട്ടുള്ള തന്റെ പ്രവൃത്തികളിൽ സഹായിക്കുന്നവരെ, അങ്ങനെയുള്ളവര് പ്രിയ സുഹൃത്തുക്കളായിട്ട് കാണുന്നു എന്ന് വെച്ചിട്ട് അവർക്ക് മറ്റുള്ളവരുടെ ഒരു ശത്രുതയും ഇല്ല. അവര് വളരെ സമചിത്തരാണ്, സമദർശികൾ എന്നവര് പറയുന്നത്. നമ്മള് 4-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. വിദ്യാവിനയ സമ്പന്നി ബ്രാഹ്മണി ഗർഭസ്ഥിനി ശുനി ചൈവ സ്വഭാഗ്യച്ച പണ്ഡിത സമദർശിന. സമദർശികളാണ് അവർ. അവരൊരു ബ്രാഹ്മണനായിക്കോട്ടെ, ഒരു പശു ആയിക്കോട്ടെ, ഒരു ആയനി ആയിക്കോട്ടെ, നായ ആയിക്കോട്ടെ, നായമാംസം ഭക്ഷിക്കുന്നവരായിക്കോട്ടെ, എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ് സമദർശികൾ. പിന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങള് ഈ ഗുണങ്ങളെ അതിക്രമിച്ച ഒരാളെ ബാധിക്കാറില്ല. ഭക്തി സിദ്ധാന്ത മഹാരാജിന്റെ അടുത്ത് ശ്രീല പ്രഭുപാദർ പറഞ്ഞു, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഭക്തി സിദ്ധാന്ത മഹാരാജ് പറഞ്ഞു, ബ്രിട്ടീഷുകാർ വരും പോവും, വേറെ ആരെങ്കിലും വരും പോവും, പക്ഷെ നമ്മുടെ കൃഷ്ണാബോധത്തിനെ പ്രചരിപ്പിക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോ അങ്ങനെയുള്ള വ്യക്തികള് സ്വന്തം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കില്ല. അവർ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉദ്യമങ്ങളിലും എപ്പോഴും ഏർപ്പെടും. ഇതൊക്കെയാണ് ഈ അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയ വ്യക്തികളുടെ ലക്ഷണങ്ങള്, പെരുമാറ്റങ്ങള്. ഇനി ഇങ്ങനെ ഈ ത്രിഗുണങ്ങളെ എങ്ങനെയാണ് ഒരാൾക്ക് അതിക്രമിക്കാൻ സാധിക്കുന്നത് എന്നുള്ള 3-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വീരേന്ദ്രാശ്രമ ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുവരാജ് കി ജയ്. ഗുരു പ്രേമാനന്ദേ. എല്ലാവർക്കും വരുത്തുനി ഏകാദശി ആശംസകൾ, അതുപോലെ തന്നെ വരാൻ പോകുന്ന വിഷു ആശംസകൾ. ഒരുപാട് വൈശാഖ മാസത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഭഗവാന് ചന്ദന യാത്ര, അതായത് ചൂട് സമയത്ത് ഭഗവാൻ എല്ലാ ദിവസവും ചന്ദനം സമർപ്പിക്കും. ചന്ദനം കൊണ്ട് ദേഹം മുഴുവൻ പൂശും, മാധവേന്ദ്രപുരി ചെയ്തതുപോലെ. അപ്പോ അത് വരുന്നതും ഈ മാസത്തിലാണ്. അക്ഷയ തൃതീയ വരുന്നത് ഈ മാസത്തിലാണ്. അതിനുശേഷം പിന്നെ കർത്തവാവ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ വൈശാഖ മാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, 1 മിനിറ്റ് ഉണ്ട്.